വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മൻ ലാംഗ്വേജിൽ തന്നെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിനേക്കാൾ ഒരു ബെറ്റർ ഓപ്ഷൻ. അൺഫോർച്ചുനേറ്റ്ലി നല്ലൊരു ടൈം, അതായത് ഒരു വർഷത്തോളം ഞാൻ അതിനുവേണ്ടി വേസ്റ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അതിൻ്റെ ഒരു റിഗ്രറ്റ് ഉണ്ട്. ഹായ്, എൻ്റെ പേര് മാത്യു. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ BSc നഴ്സിംഗ് പ്രോഗ്രാം സെക്കൻഡ് സെം സ്റ്റുഡൻ്റ് ആണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെറിയൊരു ഇയർ ഗ്യാപ്പിന് ശേഷമാണ് നഴ്സിംഗ് പ്രോഗ്രാം ചെയ്യണം എന്നൊരു ആഗ്രഹത്തിലേക്ക് വന്നത്. ഉടനെ ഞാൻ ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണെന്ന് അറിഞ്ഞതും ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ചെയ്യാമെന്ന ആഗ്രഹത്തിലേക്ക് വന്ന് നേരെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ചെന്നു. അൺഫോർച്ചുനേറ്റ്ലി നല്ലൊരു ടൈം, അതായത് ഒരു വർഷത്തോളം ഞാൻ അതിനുവേണ്ടി വേസ്റ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അതിൻ്റെ ഒരു റിഗ്രറ്റ് ഉണ്ട്. അതിനുശേഷമാണ് ഞാൻ നമുക്ക് BSc നഴ്സിംഗ് പ്രോഗ്രാം തന്നെ ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്കും ചെയ്യാൻ പറ്റും, അതും ജോർജിയയിൽ ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം അറിഞ്ഞത്. അതറിഞ്ഞതിന് ശേഷം ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചു. അവിടെ പ്രോഗ്രാം ഉണ്ട്, നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്കും ചെയ്യാമെന്ന് അറിഞ്ഞതും ഞാൻ നല്ലൊരു ഏജൻസിനെയൊക്കെ ഇങ്ങനെ തപ്പിപ്പിടിച്ച് അങ്ങനെയാണ് ESCനെ കുറിച്ച് അറിഞ്ഞത്. നേരെ അവിടെ അപ്ലൈ ചെയ്ത പാടെ വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. പിന്നെ അതിനുശേഷം ഒരു മാസം ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വിസ വന്നു. ഞാൻ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി ഇവിടെ ജോർജിയയിലെത്തി. അങ്ങനെ എൻ്റെ ഫസ്റ്റ് സെമ്മും കഴിഞ്ഞ് സെക്കൻഡ് സെമ്മും ഇപ്പോൾ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മൻ ലാംഗ്വേജിൽ തന്നെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിനേക്കാൾ ഒരു ബെറ്റർ ഓപ്ഷൻ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ ഒരു BSc നഴ്സിംഗ് പ്രോഗ്രാം, അതായത് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അല്ലാതെ പ്രോപ്പർ ഡിഗ്രി ആയിട്ട് നഴ്സിംഗ് പഠിക്കാൻ പറ്റുന്നത് ഒരു വലിയ ഓപ്ഷനായിട്ട് തോന്നി. സോ എനിവേ, ഐ എം ഹാപ്പി വിത്ത് ദിസ് ഡിസിഷൻ. താങ്ക് യു.